ലഹരിക്കെതിരെ ജനം ഒരുമിച്ചു പറയുന്നു, നമുക്ക് പോരാടാം. സർക്കാരിന് വിമുക്തിയടക്കമുള്ള പദ്ധതികളുമുണ്ട്. പക്ഷേ പലരും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് നേര്. ലഹരിയോട് നമുക്ക് ഗുഡ് ബൈ പറയേണ്ട നേരമായില്ലേ? പൊതുജനം പ്രതികരിക്കുന്നു. ഇത് വീടുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീട്ടിൽ ഒരു സ്നേഹം കൊടുത്ത് വളർത്തുന്ന ഒരു കുട്ടിക്ക് പുറത്ത് പോയി ഒരു ഡ്രഗ് യൂസേജോ അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് അഡിക്റ്റോ ആകാൻ ചാൻസസ് കുറവായിരിക്കും. വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ തന്നെ 10-12 മണിക്ക് 1 മണിക്കൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ കറങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കാർക്കും സ്പെസിഫിക് റെസ്ട്രിക്ഷൻസ് ഒന്നും ആരും കൊടുക്കണില്ല. നല്ല ഫ്രീഡം ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഫ്രീഡം അവർ മിസ്യൂട്ടിലൈസ് ചെയ്യേണ്ടാവാം. അതായിരിക്കാം ഇപ്പോൾ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആക്ച്വലി സെൽഫ് കൺട്രോളാണ് വേണ്ടത്. നമ്മളുടെ പാരൻസ് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പം അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്, നമ്മൾ നല്ല രീതിയിലാണ് പോകുന്നത്. സോ നമ്മൾ സ്വയം ഒരു കൺട്രോൾ വെച്ചാലാണ് ഫസ്റ്റ്. പിന്നെ പാരൻസ് ആണെങ്കിലും പറഞ്ഞു കൊടുക്കുക, നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക, നല്ലൊരു ഗ്രൂപ്പായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഇത് തോന്നുന്നത് ഇത് വീട്ടിൽ നിന്നല്ല, പൊതുവെ ഇതിനു വേണ്ടിയുള്ള ഒരു ഇപ്പോൾ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഇതൊക്കെ എഡ്യൂക്കേഷൻ ശരിക്കും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുകൊണ്ടെന്നുള്ള ബാഡ് ഇൻ ബാഡ് എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒരു സംശയവും വേണ്ട. ലഹരിക്ക് പറയണം ഒരുമിച്ച്, കരളുറപ്പോടെ തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഗുഡ് ബൈ പറയണം. ലഹരി വേണ്ട, ജീവിതമാണ് ലഹരി. അതല്ലെങ്കിൽ ആഷിഖിനെ പോലുള്ളവരുടെ പാഠങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഋതു ജയൻ മറ്റൊരു പാഠമാണ്.